ശ്രീജിത്ത് പണിക്കർ, വരികൾ വളരെയധികം തമാശ ഉണ്ടാക്കുന്നതാണ്. ഇത് ജിൻഡോ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ചതാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, അതിലെ ചില വരികളുടെ അർത്ഥം വളരെ രസകരമാണ്. സ്വജനപക്ഷവാദികളിൽ വാദ്യാരെന്നും മാസ്റ്ററാട എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില വരികളൊക്കെ പ്രകീർത്തിക്കുന്ന വരികളാണ് എന്ന അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും ആരാണൊരു സ്വജനപക്ഷവാദി എന്നൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് എന്നുള്ളത് കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നും. പക്ഷേ മഞ്ജുഷ്, ഇതിലെ ആത്യന്തികമായിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ ഭാഷാ ശൈലിയുണ്ട്. ഈ ആൾക്കാരെല്ലാവരും പറയുന്നതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. വളരെ അജയ്യനായിട്ടുള്ള ഒരു നേതാവാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാരണഭൂതൻ എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള എല്ലാ നേട്ടങ്ങളുടെയും കാരണഭൂതനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെക്കാനായിട്ട് ഓരോരുത്തർ ഓരോ ശൈലി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ചർച്ചയിൽ ആദ്യ ഭാഗത്ത് ശ്രീ ഹസ്കർ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പൊതുവെ വളരെ ശാന്തനായി, വളരെ എന്താ നമ്മൾ പറയുന്ന ഈ നമ്മൾ ഈ ആറ്റിക്കുറുക്കി അല്ലെങ്കിൽ ഈ അച്ചടി ഭാഷയിലൊക്കെ തന്നെ സംസാരിക്കുന്ന വളരെ മാന്യമായി ഇടപെടുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അത് പറഞ്ഞൊപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ എന്താണ്, വളരെയധികം പീഡനങ്ങൾ ഏറ്റിട്ടുള്ള ഒരു ശരീരമാണ്, വളരെ നിർമ്മമമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന് വൈദ്യുതി ബോർഡ് മന്ത്രി എന്ന പേരിൽ. അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുന്നു എന്നുള്ളത് വേറൊരു വിഷയം. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകൾ പറയാനായിട്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ ശ്രമിച്ചു. കുറച്ചുകൂടി കാവ്യാത്മകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ വേർഷനിൽ പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ശ്രീ പിണറായി വിജയൻ കുതിരയാകുന്നു, കഴുകനാകുന്നു, പുലിയാകുന്നു, സിംഹമാകുന്നു, സൂര്യനാകുന്നു, മന്നനാകുന്നു, പക്ഷിയാകുന്നു, വേപ്പുമരമാകുന്നു, തേക്കുമരമാകുന്നു, ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ പത്മരാജന്റെ സാഹിത്യത്തിൽ പോവുകയായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ, ഒരു നിമിഷാർത്ഥം കൊണ്ട് മാനായും മനുഷ്യനായും നിന്റെ ചുണ്ടിലെ പുഞ്ചിരിയായും മാറാൻ വേപ്പുമരം തേക്കുമരമായി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഇത് കളിയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇ പിക്ക് അത് പറയാമായിരുന്നു. കാരണം PJ ആർമിയുടെ കാര്യത്തിൽ ഇ പി ഇന്ന് ആ നിലപാടാണ് എടുത്തത്. PJ ആർമി P ജയരാജനെ ഇല്ലാതാക്കുന്നതിനും പാർട്ടിയെ ഇല്ലാതാക്കുന്നതിനും ശ്രമിച്ചവരാണെന്ന്. അത് അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ചും അങ്ങനെ പറയേണ്ടതാണ് ഇ പി. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഗഗനചാരിയെ കുറിച്ചാണെങ്കിൽ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ്, സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സെക്രട്ടറി ഇവിടെ പറയുകയാണ്. ഇപ്പൊ പാർട്ടി സെക്രട്ടറി പറയുന്ന സൂര്യനാണോ പ്രധാനം, അതോ LDFന്റെ കൺവീനർ പറയുന്ന മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായമാണോ ഏറ്റവും പ്രധാനം? ഈ മന്ത്രിസഭയിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ വരദാനമാണ് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് പുളകിതയായിട്ടുള്ള ഭൂമി, കാരണഭൂതം എന്നുള്ളത് അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞതാണ്. അപ്പൊ ഇത് നടാടെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ഇതിങ്ങനെ വളരെ കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ കാരണഭൂതം തിരുവാതിര ആദ്യമായിട്ട് ഇറങ്ങുന്നു. അത് ഇറങ്ങിയതിന് ശേഷം വളരെ വ്യാപകമായിട്ട് അത് വിമർശിക്കപ്പെട്ടു, ട്രോൾ ചെയ്യപ്പെട്ടു. CPMന്റെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ആശയം പേർന്ന ഇടതുപക്ഷ ആശയം പേർന്ന ആൾക്കാർ പോലും അതിനെ നിശിതമായി വിമർശിച്ചതാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതിന്റെ പേരിൽ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു തീരുമാനം എവിടെയെങ്കിലും നടപ്പാക്കുന്നത് നമ്മൾ കണ്ടോ? അത് കണ്ടില്ല. അപ്പൊ അതിന് ഓരോരോ ഗ്രേഡായിട്ട് ഇങ്ങനെ കൂടി വന്നിട്ട് ആരൊക്കെയോ കളിച്ചിരിക്കുന്ന തിരുവാതിരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ആൾ തന്നെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പുകഴ്ത്തുന്ന രീതിയിലേക്ക് വന്നു. അതായത് ഈ പണ്ട് കോർട്ട് ജസ്റ്റർ എന്നൊക്കെ പറയുന്ന വിദൂഷകൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയും കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ആൾക്കാരെ പോലെയുള്ള മന്ത്രിമാർ വരുന്ന രീതിയിലത്തേക്ക് മാറി. ആ സമയത്താണ് ഈ പാർട്ടിയിൽ ഇരട്ട നീതി ഉണ്ടോ എന്നുള്ള മഞ്ജുഷിന്റെ ആദ്യത്തെ ചോദ്യം പ്രസക്തമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ P ജയരാജനെ വലിയ ഇതേപോലത്തെ ഒരു നായകനാക്കിക്കൊണ്ട് ഫ്ലെക്സ് ഉണ്ടാകുന്നു, സമാനമായിട്ട് പാട്ടുണ്ടാകുന്നു, ഒരു ആർമി ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ സാധാരണ പങ്കെടുക്കുന്ന ആൾക്കാർക്കാണ് അവരുടെ പേരുകളിൽ ആർമികളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിലൊന്നും പങ്കെടുക്കാതെ തന്നെ ആർമി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിഗ് ബോസ് ആണ് P ജയരാജൻ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഈ പാട്ടുകളിലും ഈ പ്രചരണ വേലകളിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ പണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ, ഒരു 3 അംഗ അന്വേഷണ കമ്മീഷൻ എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്പീക്കറായിരിക്കുന്ന ശ്രീ ഷംസീർ അതിൽ അംഗമായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ കണ്ടെത്തിയപ്പോൾ ഇന്നത്തെ കാലത്ത് ശ്രീ പിണറായി വിജയൻ ഇതിൽ എന്തെങ്കിലുമുള്ള പങ്കുണ്ടോ? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ഒരാൾ പാടുന്ന വാഴ്ത്തുപാട്ടിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ? അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ആൾക്കാർ പറയുന്ന അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ? ഇതേപോലെ ഇൻഡിപെൻഡന്റ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന വീഡിയോകൾക്ക് അല്ലെങ്കിൽ ആൽബത്തിന് അല്ലെങ്കിൽ സിംഗിളുകൾക്ക് ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള അതിന് പിന്തുണ അവർ കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യത്തിനെ പറ്റി അന്വേഷിക്കുകയെങ്കിലും വേണ്ടേ? ഇപ്പൊ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷെ ഒരാളിൻ്റെ അടുത്ത് നിങ്ങൾ കൊടുക്കുന്ന നീതി പാർട്ടിയുടെ ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്, വ്യക്തിയാരാധന പാടില്ല എന്നുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കെതിരെയും പാർട്ടിയാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തിയാരാധന നടത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തുകയാണല്ലോ.
അതാണല്ലോ അല്ല, ഈ അതാണ് സൂര്യൻ എന്നുള്ള പ്രയോഗം അവിടെ വന്നത്, അടുത്ത് വന്നാൽ കരിഞ്ഞു പോകും എന്നുള്ള പ്രയോഗം വന്നത്. അല്ല, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറയും. ഇതാരും പറയാതിരുന്ന വേദികളുണ്ട്. ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ ഈ സമയത്താണ് ഇതുമായിട്ട് വരുന്നത്, ശ്രീ ഇ പി ജയരാജൻ ഈ സമയത്താണ് വരുന്നത്, ഇപ്പൊ ഈ ആൽബം വന്നിരിക്കുന്നത് ഈ സമയത്താണ്. പക്ഷെ ഇങ്ങനെ ആരും പ്രത്യേകിച്ച് വാഴ്ത്തുപാട്ടുകൾ ഇല്ലാതിരുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ സ്വയം ഇത് ചെയ്തിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, ഞാൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ മറ്റേ ആളായിരുന്നു, ഞാൻ അവിടെ വെച്ചിട്ട് പ്രത്യേക ആക്ഷൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചതിന് ശേഷം ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്, ആൾക്കാർ തോക്ക് ചൂണ്ടുന്നതിന് ഇടയ്ക്ക് കൂടെ ഞാൻ പോയിട്ടുണ്ട്. എവിടെ കേരളത്തിൽ എവിടെ ആരാ തോക്ക് ചൂണ്ടിയത്? ഇങ്ങനെ നമുക്കറിയാവുന്ന ചരിത്രത്തിൽ അതില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വടിവാളുകളുടെ ഇടയിൽ കൂടിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പൂജ നടത്തിക്കൊണ്ട് നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു നാർസിസിസ്റ്റ് സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. എടാ, അദ്ദേഹത്തിനെ പറ്റി പറയാമെങ്കിൽ മറ്റുള്ള ആൾക്കാർ അതേ കാര്യം തന്നെ അതിനേക്കാൾ കൂടുതൽ സാഹിത്യ ഭംഗിയോടുകൂടി കാവ്യഭംഗിയോടുകൂടി പറയുന്ന സമയത്ത് എന്തിന്റെ പേരിൽ അദ്ദേഹം എതിർക്കണം? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അദ്ദേഹം മുതൽ താഴോട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും താഴത്തെ അണി വരെ അദ്ദേഹത്തെ പൂജിക്കുന്നതിന്റെ പ്രവൃത്തികളിലാണ് ഏർപ്പെടുന്നത്. അതല്ലാതെ ഇടതുപക്ഷത്തു നിന്നുള്ള CPM-ന്റെ ഏതെങ്കിലും ഒരു അംഗം പി ജയരാജന്റെ കാര്യത്തിലോ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ VS അച്യുതാനന്ദന്റെ കാര്യത്തിലോ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിലെങ്കിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടി അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് കാണാതെ എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ അതൊരു പുതിയ പൈറ്റ് പേപ്പറാണ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പൈറ്റ് പേപ്പറിന്റെ കയ്യിലാണ് പാർട്ടി. ആ പൈറ്റ് പേപ്പർ അവിടെ സ്വയം ഊതുന്ന വഴിക്ക് മറ്റുള്ള ആൾക്കാരെല്ലാവരും കൂടി ആ പാട്ട് കേട്ടുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇതേപോലെ പാട്ടുകൾ ഉണ്ടാകും, വീഡിയോകൾ ഉണ്ടാകും, നാടകങ്ങൾ ഉണ്ടാകും, കഥാപ്രസംഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.